പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തന്നെ കൺമണി ചതിക്കുകയാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചതിനെ തുടർന്ന് വരുൺ തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും പ്രതികാരം ചെയ്തേ മതിയാകൂ. തന്നെ വേദനിപ്പിച്ച ആരെയും വെറുതെ വിടുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പുതിയ പ്ലാനിങ്ങുമായി വരുൺ വരികയാണ്. എന്നാൽ ഇതേ സമയം ഇതൊന്നും അറിയാതെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കൺമണി ചെയ്യുന്നത്. മാത്രവുമല്ല, എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ മനസ്സിലെ സ്നേഹം കൃഷിനെ അറിയിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു. കൃഷിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് വരുൺ വീണ്ടും മുന്നിലേക്ക് കടന്നു വരുന്നത്. വരുണിന്റെ അപ്രതീക്ഷിതമായ ഈ വരവ് കണ്ട് കൺമണി ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് എന്താണ് പറയാനുള്ളത് എന്ന് വരുണിനോട് ചോദിക്കുന്ന കൺമണി, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്നുള്ള കാര്യം അറിയാവുന്നതല്ലേ എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ നീ അങ്ങനെ നല്ല കുട്ടിയായി പോകണ്ടടി എന്ന് വ്യക്തമാക്കുകയും, എന്നെ വഞ്ചിച്ചിട്ട് എൻ്റെ പൈസ മുഴുവൻ തട്ടിയെടുത്തിട്ട് അങ്ങനെ സുഖമായി ജീവിക്കാമെന്ന് നീ കരുതിയോ? ഇത് കേൾക്കുന്ന കൺമണി, എന്തൊക്കെയാണ് വരുൺ പറയുന്നത്? വരുണിനെ ഞാൻ എപ്പോഴാണ് വഞ്ചിച്ചത്? നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല ഞാൻ പൈസയൊന്നും. നീ പൈസ കൊടുത്തത് ആർക്കാണോ അവരുടെ കയ്യിൽ നിന്നാണ് ചോദിക്കേണ്ടത്. ഓ, അപ്പോൾ ചേട്ടനും അനിയത്തിയും കൂടി നാടകം കളി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അല്ലേ? നിന്റെ ചേട്ടൻ എന്നെ വന്ന് കണ്ട് വിവാഹം ഉടൻ തന്നെ നടത്താമെന്ന് പറഞ്ഞാണ് 10 ലക്ഷം രൂപ വാങ്ങിച്ചു കൊണ്ടുപോയത്. അത് നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതെല്ലാം വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. നിങ്ങളുടെ ഒത്തുകളി അനിയത്തിയെ കാണിച്ച് പൈസ ഉണ്ടാക്കൽ അല്ലേ? അങ്ങനെ ഇതെല്ലാം ചെയ്ത് വെറും മണ്ടനായി പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നീ കരുതിയെങ്കിൽ ചേട്ടനും അനിയത്തിക്കും അത് തെറ്റിപ്പോയി. പൈസ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് എങ്ങനെയാണ് തിരികെ നേടുക എന്നുള്ള കാര്യവും എനിക്ക് കൃത്യമായി അറിയാവുന്നത് തന്നെയാണ്. അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. ഞാൻ നൽകിയ പൈസ തിരികെ വാങ്ങുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കി മുന്നിലേക്ക് വരികയാണ് വരുൺ. ഇതോടെ കൺമണി ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു. വരുൺ, നീ പിന്മാറുന്നതാണ് നിനക്ക് നല്ലത് എന്ന് കൺമണി പറയുകയും ചെയ്യുന്നു. പക്ഷേ കൺമണിയോട് അങ്ങനെ പിന്മാറാനല്ല ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് വരുൺ. മാത്രവുമല്ല, കൺമണിയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഒരു നിമിഷത്തേക്ക് കൺമണി പകച്ചു പോകുന്നുവെങ്കിലും പോരാടുക തന്നെ ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കൺമണി ഇതേ തുടർന്ന് തിരിച്ചടിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വരുണിനെ. മാത്രവുമല്ല, വരുണിന്റെ മുഖത്ത് കൺമണി അടിക്കുകയും ചെയ്യുന്നു. ഇതോടെ വരുണിന്റെ വാശി കൂടുകയാണ്. നീ എന്നെ തല്ലിയല്ലേടി എന്ന് പറഞ്ഞ് വരുൺ തിരിച്ച് തല്ലുകയും വരുണിന്റെ അടിയേറ്റ അവൾ താഴെ വീഴുകയും ചെയ്യുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഇതേ തുടർന്ന് നിൽക്കുന്ന വരുൺ ഉടൻ തന്നെ കൺമണിയെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതോടെ ബോധം നഷ്ടപ്പെട്ട കൺമണി ഒടുവിൽ കണ്ണു തുറക്കുമ്പോൾ വരുണിന്റെ കസ്റ്റഡിയിലാണ് ഉണ്ടാകുന്നത്. ഇതോടെ തന്നെ അഴിച്ചുവിടാൻ കൺമണി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ വരുണാകട്ടെ അങ്ങനെ നിന്നെ അഴിച്ചുവിടാനല്ല ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് വ്യക്തമാക്കുകയും, ഇന്ന് നമ്മുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. നീ എൻ്റേത് മാത്രമാണ്. നിന്നെ ഞാൻ സ്വന്തമാക്കും. മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറുമല്ല എന്ന് അറിയിക്കുകയും ചെയ്തത് കൺമണിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ കൺമണി
എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയും വരുൺ നിലമറന്ന് ഒന്നും ചെയ്യരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് തന്നെയാടി ചെയ്യുന്നത്, അല്ലാതെ ഒന്നുമല്ല. എന്നെ വഞ്ചിച്ച് രക്ഷപ്പെടാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല. നീ എൻ്റെ ഭാര്യയാണ്. നിന്റെ കഴുത്തിൽ ഞാൻ തന്നെ താലി കെട്ടും എന്ന് വരുൺ വ്യക്തമാക്കി അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നതിനായി പോയിരിക്കുകയാണ്. ഇതോടെ ഇനി ആര് തന്നെ രക്ഷിക്കാൻ വരും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് കൺമണിയുടെ മുന്നിൽ. പക്ഷേ ഇതേ സമയം പുറത്തുപോയ കൺമണി തിരികെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് കൃഷിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. എന്താണ് കൺമണിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയാതെ കൃഷ് ആകെ പരിഭ്രാന്തനാവുകയും ഇതേ തുടർന്ന് തന്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് വരുൺ കൺമണിയെ കണ്ടിരുന്നുവെന്നും അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുമുള്ള കാര്യം അറിയാനിടയാകുന്നത്. ഇതോടെ ഞെട്ടിപ്പോകുന്ന കൃഷ് കൺമണിയെ അന്വേഷിച്ചുകൊണ്ട് വരുണിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ വരവ് വരുണിനെ ഞെട്ടിക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.